നീ എൻ സ്വന്തം വൈകിട്ട് 7 മണിക്ക് ദൃശ്യം 2024 വ്ളോഗിൽ. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ആലോചിച്ച് ചെയ്യണം. അതിൻ്റെ പുറകിലൂടെ വരുന്നത് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദക്ഷ പറഞ്ഞതും ശ്രീദേവ് അവളെ നോക്കി. എന്താ ദക്ഷക്കൊച്ച് ഉദ്ദേശിച്ചത്? ശ്രീദേവ് ചോദിച്ചു. അത് നാഗേന്ദ്രന് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയാം, എനിക്ക് മനസ്സിലായി. പക്ഷേ ഇനിയിപ്പോൾ അയാൾ ഹോസ്പിറ്റലല്ലേ, അത് കഴിയുമ്പോൾ എന്തു ചെയ്യും നാഗേന്ദ്രനെ? ദക്ഷ ചോദിച്ചു. ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും കൂട്ടായി നിർത്തിയാലോ? വേണ്ട, അത് വേണ്ട. അയാൾ അത്ര ശരിയല്ല. മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്ത് അയാളെ നിർത്തണ്ട, ദക്ഷ പറഞ്ഞു. അത് കേട്ട് ശ്രീദേവിന് സന്തോഷം തോന്നി. തൻ്റെ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും കാര്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ. അവനെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ടെൻഷൻ അടിക്കണ്ട. എന്തായാലും എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു ബുദ്ധിമുട്ട് ഞാൻ ഉണ്ടാക്കുമെന്ന് തനിക്ക് തോന്നിയോ? ശ്രീദേവ് ചോദിച്ചു. ഇല്ല, ഞാൻ പറഞ്ഞതാണ്, ദക്ഷ പറഞ്ഞു. വിഷു കഴിയുമ്പോൾ ഞാൻ എന്തായാലും ഹൈദരാബാദ് പോവും. അടുത്ത ഷൂട്ട് മുഴുവനും അവിടെയാണ്. നിങ്ങളും കോളേജിലേക്ക് പോരില്ലേ ഹൈദരാബാദ്? നിങ്ങൾക്ക് അവിടെ താമസിക്കാനുള്ള വില്ല അത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്, ശ്രീദേവ് പറഞ്ഞു. ഈ സ്റ്റോറിയുടെ മുഴുവൻ ഭാഗങ്ങളും കേൾക്കാൻ ദൃശ്യം 2024 വ്ളോഗിൽ വൈകിട്ട് 7 മണിക്ക്